റിപ്പോർട്ടർ ഇലക്ഷൻ ബ്രേക്കിംഗ്. ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് PV അൻവർ പറഞ്ഞത് തിരുത്തണമെന്ന് കോൺഗ്രസിന്റെ ഉപാധി. PV അൻവർ തിരുത്തിയാൽ കോൺഗ്രസ് പരിഗണിക്കും. അൻവർ UDF-ന് അനുകൂലമായി നിലപാട് സ്വീകരിച്ചാൽ തീരുമാനമുണ്ടാകും. KC വേണുഗോപാൽ ഫോണിൽ സംസാരിക്കും. എന്നാൽ PV അൻവറിലേക്ക് ചർച്ച മാറുന്നതിൽ കോൺഗ്രസ് പ്രാദേശിക ഘടകങ്ങളിൽ അതൃപ്തിയുണ്ട്. UDF-ന്റെ പ്രചാരണ വിഷയങ്ങൾ ചർച്ചയാകുന്നില്ലെന്നാണ് പരാതി. അതും ശരിയാണ്. മുബഷിർ P. അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷിർ P. അക്ബർ, കോൺഗ്രസിന്റെ തീരുമാനം ഇതാണ്. എന്താണ് ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് PV അൻവർ പറഞ്ഞത്? അത് തിരുത്തിയാൽ കോൺഗ്രസ് പരിഗണിക്കാം, അതല്ലെങ്കിൽ അതടഞ്ഞ അധ്യായം എന്ന നിലയിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക്? മുബഷിർ P. അക്ബർ. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നിശ്ചയമായും അത്തരമൊരു തീരുമാനം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ PV അൻവറുമായി കോൺഗ്രസ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയത് പ്രകാരം കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരുന്നത് അസോസിയേറ്റ് കക്ഷിയാക്കാമെന്നുള്ളതായിരുന്നു. അത് അൻവർ ഒരു ഘട്ടത്തിൽ അംഗീകരിച്ചിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അൻവർ ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞ വാക്കുകളാണ് കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചിരുന്നത്. ആര്യാടൻ ഷൗക്കത്ത് ഇടതുപാളയത്തിലേക്ക് പോകാൻ ശ്രമിച്ചു. നിലമ്പൂരിന് ഫിറ്റായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല ആര്യാടൻ ഷൗക്കത്തെ. ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കാൻ ശ്രമിച്ചതോടെ നിലമ്പൂരിലെ പാർട്ടി ലോക്കൽ നേതൃത്വത്തിന്റെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് CPM അതിൽ നിന്നും പിന്നോട്ട് വന്നത് എന്നുള്ളതായിരുന്നു PV അൻവർ പറഞ്ഞിരുന്നത്. പിന്നീട് തൊട്ടടുത്ത ദിവസം അദ്ദേഹം ഈ ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിന്നിരുന്നു. സ്ഥാനാർത്ഥി സ്വാഭാവികമായിട്ടും UDF-ന് അനുകൂലമായുള്ള ഒരു സാഹചര്യം ഉപയോഗിക്കണമെങ്കിൽ VS ജോയ് വരണമെന്നൊരു അഭിപ്രായം നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഉറച്ചു നിൽക്കുന്നു എന്ന രീതിയിൽ തന്നെയായിരുന്നു PV അൻവർ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നത്. ഇത് കോൺഗ്രസിനെ മാത്രമല്ല കോൺഗ്രസിന് UDF-നുള്ളിലെ ഘടകകക്ഷികളെ ഉൾപ്പെടെ ചൊടിപ്പിച്ചിരുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ വലിയ ഒരു ഉപാധിയുമായിട്ട് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് PV അൻവർ പറഞ്ഞ പ്രസ്താവന തിരുത്തിക്കൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് മികച്ചൊരു സ്ഥാനാർത്ഥിയാണ്, UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണെന്ന രീതിയിലുള്ള പരസ്യ പ്രസ്താവന അല്ലെങ്കിൽ ഒരു അഭിപ്രായം PV അൻവർ രേഖപ്പെടുത്തുകയാണെങ്കിൽ പരിഗണിക്കാമെന്ന നിലപാടിലേക്ക് കോൺഗ്രസ് മാറിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അതുമാത്രമല്ല, ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം ഒരു അതൃപ്തി ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. വിശേഷം UDF-ന് അനുകൂലമായിട്ടൊരു സാഹചര്യമുണ്ടെന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന മണ്ഡലത്തിൽ UDF പറയാൻ പോകുന്ന പ്രചാരണ വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ചർച്ചകളൊക്കെ തന്നെ PV അൻവറിലേക്ക് മാറുന്നതിൽ വലിയ രീതിയിലുള്ള അതൃപ്തി അവിടെയുള്ള കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിനുണ്ട്, കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്, മുസ്ലിം ലീഗിനുമുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം MLA-മാർ ഉൾപ്പെടുന്ന സംഘത്തെ ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നിയോഗിച്ചിട്ടുണ്ട്. ആ നിലയിൽ സജീവ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ സംസ്ഥാനമൊട്ടാകെ നിലനിൽക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരായ ജനവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ, അത് പ്രചാരണ വിഷയമാക്കാൻ അൻവറിനെ കൊണ്ടുള്ള ചർച്ചകൾ സാധിക്കുന്നില്ല. അൻവറിലേക്ക് ചർച്ചകൾ മാറുന്നത് മൂലം സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായൊരു വിഷയത്തിൽ ഇടപെടണം. അൻവറുമായി ഏറ്റുമുട്ടിക്കൊണ്ട് UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങൾ മാഞ്ഞു പോകരുത്, അല്ലെങ്കിൽ അത് മാറി നിൽക്കരുത് എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം കോൺഗ്രസ് നേതൃത്വം അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അൻവർ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് അത്തരമൊരു അഭിപ്രായം സ്വീകരിച്ചത്